Hi guys, welcome back to my channel to Best Tech Song. നമ്മൾ ഇന്ന് ഈ ഇംപെക്സിന്റെ ഗ്ലോറിയ സീരീസിലുള്ള ഒരു LCD TV ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 32 ഇഞ്ചാണ് ഈ ഒരു സംഭവം വരുന്നത്. നമുക്ക് ഏതായാലും അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാ ഇതും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടോ. ഇൻസുലേഷൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം മുകളിൽ തന്നെ അല്ലേ നോക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടിവിയുടെ മുകൾ വശം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. ടിവിയുടെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നൊരു സൂചന കൂടെ ഈ ഒരു ആരോ മാർക്ക് നമുക്ക് തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസുലേഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിവി പതുക്കെ പുറത്തെടുക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ടിവി. നല്ല സേഫ്റ്റിയിലാണ് വരുന്നത്. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ഗൈസ് നല്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അടിപൊളി ഡിസൈനാണ് ഗൈസ് ഈ ഒരു ടിവി വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഇയർ വാറൻറ്റി നമുക്ക് ഈ ഒരു കമ്പനി നൽകുന്നുണ്ട്. അതുമാത്രമല്ല HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പോർട്ടുകൾ എന്ന് പറയുന്നത് AV ഇൻപുട്ട്, അതുപോലെ 2 USB പോർട്ടുകളും വരുന്നുണ്ട്. പിന്നീട് വരുന്നത് HDMI പോർട്ടും അതുപോലെ VGA പോർട്ടുമാണ്. ഇൻഫ്രാറെഡ് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു TV കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു അടിപൊളി റിമോട്ട് വരുന്നുണ്ട് ഗായ്സ്. അതുപോലെ യൂസർ മാനുവലും വാറണ്ടി കാർഡും അടങ്ങിയിട്ടുള്ളൊരു പേപ്പറാണിത്. അതുപോലെ 2 ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നീടുള്ളതൊരു AVI കോഡാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇയർഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ളൊരു സംഭവമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു TV നമുക്ക് ടേബിളിലൊക്കെ ഉറപ്പിച്ച് വെക്കാനുള്ളൊരു സംഭവമാണ്. ഒരു സ്റ്റാൻഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലും നല്ല ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. അടിപൊളി സംഭവം തന്നെയാണ്. ഈ ബോക്സിൽ എന്താണുള്ളത് നോക്കാം ഗൈസ്. ഇത് നമ്മുടെ TV നമുക്ക് വാളിൽ, അതായത് നമ്മുടെ ചുമരിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സംഭവമാണ്. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം, എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു ഇരുമ്പിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു യൂസർ മാനുവൽ നോക്കി നമുക്ക് TVയുടെ ബാക്ക് ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിത്രസഹിതം ഈ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ എഴുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിനി TV ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. ഈ പുറത്ത് കാണുന്ന ഈ ഒരു കവർ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. TV ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് ഇംപെക്സ് എന്ന ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, USB കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. ഈ ഒരു TVയുടെ വർക്കിങ്ങും സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോകും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.